ഇതാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള സുസുക്കിയുടെ ഷോറൂം. അസോൺ മോട്ടോഴ്സ് എന്നാണ് ഈ ഷോറൂമിൻ്റെ പേര്. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു 2 ആക്സസിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിസ്റ്റൺ ബോയ്സ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് 2 വണ്ടിയുമായിട്ടാണ്. ആക്ച്വലി 2 വണ്ടിയല്ല, ഒരു വണ്ടി തന്നെ. ആ ഒരു വണ്ടിയുടെ 2 വേരിയൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബേസ് വേരിയൻ്റ് ആക്സസ്, അതേപോലെ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആക്സസും. ഈ 2 വാഹനങ്ങളുടെ വിലയും സ്പെക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആക്സസ് നിലവിൽ ഇപ്പോൾ 3rd ജനറേഷൻ വാഹനമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനൊക്കെ ചെറിയ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി തീർത്തിട്ടാണ് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു 3rd ജനറേഷൻ വാഹനം കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ സുസുക്കി ആക്സസ് നമുക്ക് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ്. ഈ ഒരു ബേസ് വേരിയൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേരിയൻറ്റ് കൂടി ഉണ്ട്, മിഡിൽ ഓപ്ഷനിൽ വരുന്ന വേരിയൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ഈ ഒരു വാഹനം. നമ്മളിപ്പോൾ നിലവിൽ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ബേസ് വേരിയൻറ്റും ഈ ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. കാരണം എന്താ വെച്ചാൽ മിഡിൽ വേരിയൻറ്റ് നമ്മൾ അവതരിപ്പിക്കാത്തത് എന്താ വെച്ചാൽ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ഇപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വന്നിട്ടുള്ള കളറാണ് ഈ ഒരു കളർ. ഐസ് ഗ്രീൻ എന്നാണ് സുസുക്കി ഈ ഒരു കളറിനെ വിളിക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ജനറേഷനിൽ നമുക്ക് ഈ ഒരു കളർ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ ആഡിലും ഇവർ ഈ കളറാണ് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടിലും കൂടുതൽ പുതിയ ആക്സസ് ഇറക്കിയ സമയത്ത് ഈ ഒരു കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഈ ഒരു കളറിനെ പറ്റി തോന്നിയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് തയ്യാറാക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ആക്സസിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 1,14,000 രൂപ മുതൽ 1,25,000 രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച്. 1,14,000 എന്ന് പറഞ്ഞാൽ ഈ ബേസ് വേരിയൻറ്റ് വാഹനത്തിനാണ്. 1,25,000 എന്ന് പറഞ്ഞത് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വാഹനമാണ്. ഇതിൻ്റെ ഇടയിലുള്ള വാഹനത്തിന് വില വരുന്നത് 1,21,000 രൂപയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഹനം എത്ര രൂപ കൊടുത്താൽ ഇറക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 5,000 ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാഹനം ഇറക്കാവുന്നതാണ്. പിന്നെ അതിലും കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സിബിലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ബാങ്കുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏകദേശം ഒരു 5,000 അല്ലെങ്കിൽ 8,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു വാഹനം ഇറക്കാവുന്നതുമാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ 2 വാഹനം നോക്കുകയാണെങ്കിൽ ബേസ് ഏതാണ് ടോപ്പ് എൻഡ് വേരിയൻ്റ് ഏതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എളുപ്പമായി എന്താണെന്ന് വെച്ചാൽ ഈ 2 മിറർ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇനി അതല്ല ഒരു ബേസ് വേരിയൻ്റ് വണ്ടി എടുത്താണ്ട് ഈ ക്രോം മിറർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല. പിന്നെ മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ മറ്റുള്ള കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് ബേസ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് രണ്ടിലും DRL അവൈലബിൾ ആണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് DRL കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു ക്രോം പ്ലേറ്റ് മാത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്സസ് ഒന്നും കൂടി ഡിസൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ആക്സസിനോട് സാമ്യമുള്ള രീതിയിൽ തന്നെ ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒന്നും കൂടി സ്ക്വയറായിട്ട് മാറിയിട്ടുണ്ട്. LED ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രോം ഫിനിഷ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു U ഷേപ്പിലുള്ള ഒരു DRL-ആണ് 2 വാഹനത്തിനും കൊടുത്തിട്ടുള്ളത്. ഒരു പുതിയ ഡിസൈൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് സുസുക്കിൻ്റെ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാവുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ 2 സൈഡിലും കുറച്ചും കൂടി സൈസ് കുറച്ചിട്ടുള്ള ഒന്നും കൂടി ഒരു ക്യൂട്ട് ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള 2 ഇൻഡിക്കേറ്ററും ഈ ഒരു വാഹനത്തിന് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പാർട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് മഡ്ഗാർഡ് മെറ്റൽ പാർട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തായാലും ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് നമുക്ക് പറയാം. പിന്നെ നമ്മൾ അതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റിലേക്ക് നമുക്ക് സ്റ്റീൽ റിമാണ് വന്നിട്ടുള്ളത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അലോയ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ടയർ സൈസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 90-12 എന്നുള്ള സൈസിൽ തന്നെയുണ്ട് 2 വാഹനത്തിനും ടയർ വന്നിട്ടുള്ളത്. പിന്നെ 2 വാഹനത്തിലും പ്രത്യേകിച്ച് എടുത്ത് അറിയാവുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് സ്റ്റീൽ റിമും അതേപോലെ ഡ്രം ബ്രേക്കുമാണ് വരുന്നതെങ്കിൽ ഇതിന് നമുക്ക് അലോയും ഡിസ്ക് ബ്രേക്കും വരുന്നതാണ്. അതാണ് ഒരു യുണീക്കായിട്ടുള്ള ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റും ബേസ് വേരിയൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമ്മുടെ സുസുക്കി ആക്സസിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ആക്സസുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സാമ്യമൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഇവിടെ യുണീക്കായിട്ട് ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാൻ സാധിക്കും. അതേപോലെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആക്സസ് 125 അവർ കട്ട് ചെയ്തിട്ട് എക്സസ് എന്ന് മാത്രമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസൈനിലൊക്കെ ഫോൺ ഡിസൈനിലൊക്കെ ചെറിയൊരു ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ SEP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ കാണാം. സുസുക്കി എക്കോ പെർഫോമൻസ്, അതായത് എഞ്ചിൻ്റെ ആ ഒരു ട്യൂണിങ്ങിനെ ഉദ്ദേശിച്ചിട്ടാണ് ആ ഒരു ബാഡ്ജിങ് അവർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്രോം ഫിനിഷിലുള്ള ഒരു ഫുട് റെസ്റ്റും കാണാനായിട്ട് സാധിക്കും. അവർ ഈ ബ്ലാക്ക് എലമെൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു മനോഹാരിത ഫീൽ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സുസുക്കി ആക്സസിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ഡിസൈൻ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ബേസ് വേരിയൻ്റ് ആണ്, അതേപോലെ ഈ ഒരു വാഹനം ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. 2 വാഹനത്തിനും ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഗ്രാബ് ഹാൻഡിലാണെങ്കിലൊക്കെ ആ ഒരു ബേസ് ആണോ ടോപ്പ് എൻഡ് ആണോ എന്ന് വ്യത്യാസമില്ലാത്ത രീതിയിൽ തന്നെ അവർ ഡിസൈൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ ബാക്കിൽ ബേസ് വേരിയൻ്റ് ആകുമ്പോൾ നമുക്ക് സ്റ്റീൽ റിമാണ് വരുന്നത്. അത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അലോയ് ആണ് വരുന്നത്. പക്ഷേ ബ്രേക്ക് വരുന്നത് രണ്ടും ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ഇനി ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 10 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. രണ്ട് വാഹനത്തിനും ടയർ സൈസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പുതിയ ഡിസൈൻ വന്നതുപോലെ തന്നെ പുതിയ എഞ്ചിനുമാണ് ഈ ഒരു വാഹനത്തിന് സുസുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു എഞ്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സുസുക്കി എക്കോ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും ഈ എഞ്ചിനിൽ വന്നിട്ടുണ്ട്. ഈ ഒരു എഞ്ചിൻ ടെക്നോളജിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സുപ്പീരിയർ ആക്സിലറേഷനും ലോ ഫ്യൂൽ കൺസപ്ഷനുമാണ്. അതായത് കൂടുതൽ പവറും കുറഞ്ഞ എണ്ണ ചെലവും എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം മലയാളത്തിൽ. ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 55 കിലോമീറ്ററാണ്. 55 കിലോമീറ്റർ മൈലേജുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.3 ലിറ്ററാണ്. ഇതാണ് ഇവിടെയാണ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇത് ഓപ്പൺ ആക്കുക. ഇത് നമുക്ക് കാറിൻ്റെ ഒക്കെ പോലെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഈ ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പറയാം. ഇപ്പോൾ പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കീ റിലീസ് ചെയ്തിട്ട് ഇവിടെ വെച്ച് അൺലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റം ആയിരുന്നു. അതൊക്കെ മാറി നമുക്ക് എല്ലാ ഇതും നമുക്ക് ഈ ഒരു കീയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലും വന്നിട്ടുണ്ട്. അതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഫുൾ വേരിയൻ്റ് ആണെങ്കിലും ഒക്കെ സെയിം ഫീച്ചർ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ബേസ് വേരിയൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അനലോഗ് മീറ്റർ മാത്രമാണ് കാണാൻ സാധിക്കുക. ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ്റെ പേര് എന്നതാ റൈഡ് കണക്റ്റ് എന്നാണ്. അതിൻ്റെ ഒരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പെക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഫോണുമായിട്ട് ഈ ഒരു ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മിസ് കോൾ ഇൻഫർമേഷൻ, അതേപോലെ നാവിഗേഷൻ ഡീറ്റെയിൽസ്, നമ്മളെ ഫോണിൻ്റെ ചാർജിങ്, അതേപോലെ SMS, വാട്സപ്പ് അലേർട്ട് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു മീറ്ററിൽ കാണാൻ സാധിക്കും. ഇതൊന്നും നമുക്ക് ബേസ് വേരിയൻറ്റിൽ കിട്ടില്ല, കാരണം അതിൽ സാധാ ഒരു മീറ്ററാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യത്തെ സൂചിപ്പിച്ചിരുന്നു ആക്സസ് 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത്. ബേസ് വേരിയൻറ്റ്, മിഡിൽ വേരിയൻറ്റ്, ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇപ്പോൾ മിഡിൽ വേരിയൻറ്റിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്നുള്ളൊരു ത്വര എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കുള്ള ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ തന്നെ ആ ഒരു മീറ്റർ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് മിഡിൽ വേരിയൻറ്റ്. അതായത് ഈ ഒരു ഡിസ്പ്ലേ വരില്ല, ബാക്കിയുള്ളതൊക്കെ സെയിം സ്പെക്കും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ മിഡിൽ വേരിയൻറ്റിൽ വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കീ ഓൺ ആക്കിയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ മീറ്ററിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു മീറ്റർ വരുന്നത്. ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്പീഡ് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് എൻജിൻ ഹീറ്റ് കാണാൻ സാധിക്കും. ഫ്യൂലിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് ഇവിടെയാണ്. അതേപോലെ ഇതിൽ ടൈമും കാണാൻ സാധിക്കും. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഫോൺ കണക്ട് ചെയ്യണം. ഈ എൻജിൻ ഹീറ്റിൻ്റെ ഇത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. ബേസ് വേരിയൻറ്റിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. മാത്രമല്ല ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ എക്കോ, അതേപോലെ ഹെഡ് ലാമ്പ്, അതേപോലെ എൻജിൻ വാർണിംഗ് ലൈറ്റ്, അതേപോലെ അസാർഡ് ഓൺ ആക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ബട്ടണും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ട്രിപ്പ് അതേപോലെ തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉപകരിക്കും ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ആക്സസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. ടൈപ്പ് A USB ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് കീ ഓൺ ആക്കുന്ന സമയത്ത് ഒരു ബ്ലൂ ലൈറ്റും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻ വാഹനങ്ങളാണ് കാണാൻ സാധിക്കുക. നമുക്ക് ബേസ് വേരിയൻറ്റിൽ നമുക്ക് അവിടെ ഒരു ഡമ്മിയാണുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 650-700 രൂപ ചാർജ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയിൽ നമുക്ക് ഇവിടെ ആക്സസറി ആയിട്ട് ഒരു ചാർജിങ് കണക്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ ഒരു വാഹനത്തിനുണ്ട്. നമുക്ക് ഇവിടെയാണ് നമുക്ക് എൻജിൻ കിൽ സ്വിച്ചും സെൽഫ് ബട്ടണും വരുന്നത്. ഒരു റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ താഴെ നിന്നായിട്ട് നമുക്ക് ഒരു അസാർഡ് ബട്ടൺസ് കാണാം. പണ്ട് ഹെഡ് ലാമ്പായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ അസാർഡായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, അത് 3ഉം ഒരൊറ്റ സ്വിച്ചിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺസ് കാണാം. പിന്നെ ഇവിടെ ഒരു ഹോണിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ബേസ് വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിലും ഫുൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ സ്വിച്ചുകളൊക്കെ സെയിമാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. എന്താ വെച്ചാൽ ഒരു ഫാമിലി പർപ്പസ് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി പർപ്പസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കുറച്ചും കൂടി ഒരു അധിക സ്റ്റോറേജ് ഉപകരിക്കാവുന്ന രീതിയിലാണ്. കാരണം ചില ആൾക്കാർക്കൊക്കെ കൂടുതൽ സാധനം കൊണ്ടുപോകുക അല്ലെങ്കിൽ കൂടുതൽ സാധനം സ്റ്റോർ ചെയ്യുന്നൊക്കെ ശീലങ്ങളുണ്ടാവും. ഓൽക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനം ഒന്നും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇവിടെ നമുക്കൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഹുക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഹുക്കുണ്ട്. ഇത് നമുക്ക് മടക്കി വെക്കാനും നിർത്താനും സൗകര്യപ്രദമായ രീതിയിലുള്ള ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കീയിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ വാഹനം ഓണിലാണുള്ളത്. ഓഫ് ചെയ്ത് കഴിഞ്ഞ് പുഷ് ചെയ്താണ്ട് ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്താൽ നമ്മുടെ ഫ്യൂലിൻ്റെ ഈ ഒരു ഭാഗം ഓപ്പണായി വരികയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഓഫ് ചെയ്താണ്ട് ജസ്റ്റ് പുഷ് ചെയ്യാതെ ഈ ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സീറ്റ് ഓപ്പൺ ആക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കാരണം ഒരു ഹെൽമെറ്റ് വെച്ചാലും ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഫയലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളൂ.
പിന്നെ ഇവിടെ നമുക്കൊരു OBD പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ സെൻസർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ചേസ് നമ്പർ കൊടുത്തിട്ടുള്ളത്, ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ഇത് നിലനിർത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ സീറ്റിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഒരു ഇതൊന്നും വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടതാണ്. ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ സൈസുള്ളൊരു സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 പേർക്ക് വേണമെങ്കിൽ 3 പേർക്ക് സുഖപ്രദമായ രീതിയിൽ എന്താ പറയുക യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ അത് ലീഗലല്ല, അതുകൊണ്ട് 2 പേർക്ക് സുഖപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊരു കവർ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എത്രത്തോളം കുഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഏതായാലും പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 856 മില്ലിമീറ്ററാണ്. അതായത് ഞാൻ കയറിയിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള കംഫർട്ട് കിട്ടും. എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ലെങ്ത് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടുതൽ കംഫർട്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സ്റ്റാൻഡ് ഇട്ടണം, എന്നാലേ സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള സൗണ്ട് ശ്രദ്ധിച്ച ഞങ്ങൾ പ്രീവിയസ് ജനറേഷൻ ആക്സസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി സൈലൻ്റ് ആയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ട്. പിന്നെ മാത്രമല്ല, അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ആക്റ്റീവ് ആണെങ്കിൽ ജൂപ്പിറ്റർ ആണെങ്കിലൊക്കെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമുക്ക് കിക്കർ അവൈലബിൾ അല്ല. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ആക്സസിന് നമുക്കിവിടെ കിക്കർ കാണാൻ സാധിക്കും. അത് ഏതായാലും ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. കാരണം ബാറ്ററി ഇല്ലാത്ത സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് വർക്ക്ഷോപ്പിലെങ്കിലും എത്തിക്കാൻ പറ്റുമല്ലോ. അതേതായാലും ആക്സസ് അല്ലെങ്കിൽ സുസുക്കി കൊണ്ടുവന്ന ഒരു നല്ലൊരു ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇനി മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഹാൻഡ് ബ്രേക്ക് അവൈലബിലിറ്റിയും കൂടി ഉണ്ട്. അതേതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇറക്കത്തിലോ കയറ്റത്തിലോ ഒക്കെ നിർത്തുന്ന സമയത്ത് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് കമ്പനി ഈ ഒരു വാഹനത്തിൻ്റെ വാറൻറ്റി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിക്ക് വാറൻറ്റി ആണെങ്കിൽ 1 ഇയർ ബാറ്ററിക്ക് വാറൻറ്റിയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വാറൻറ്റിയുടെ കണക്കൊക്കെ വരുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡീഷണൽ ക്യാഷൊക്കെ കൊടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ പല സ്കീമുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാൻ വേണമെങ്കിൽ പറ്റും. വാഹനം വെച്ച് നോക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ വാഹനം ആക്സസറി ലോഡറാണ്. അതായത് ഈ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന ഈ ഒരു മെറ്റൽ പാർട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബേസ് വേരിയൻറ്റ് നമുക്ക് അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ പ്രൈസും ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് എത്രത്തോളം പ്രൈസ് ഡിഫറൻസൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനിവിടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു 2 വാഹനത്തിൻ്റെ പൊതുവെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.